ഇത് കുണ്ടൻകുയിലുള്ള ഒരാൾക്ക് വേണ്ടിയിട്ട് ഓർഡർ ആക്കിയിട്ട് ചെയ്യുന്നുള്ള ഖബർസ്ഥാനാണ് ഇത്. ഖബറിന്റെ മേലെ വെക്കുന്ന കല്ലിന് പകരം ഇങ്ങനത്തെ. ഇതിന് 10-22,000 ചിലവ് വരുന്നുണ്ട്. സോളാർ എടുക്കും. പിന്നെ സോളാറെല്ലാം ഉണ്ടായി, പക്ഷെ ഞങ്ങൾക്ക് ടൈം കുറവായതുകൊണ്ട് ഞാൻ അതിന്റെ ഫോട്ടോസ് എടുക്കാൻ വിട്ടുപോയി. ഇത് ഉണ്ടാക്കിയത് നമ്മളൊരു ചങ്ങായല്ലേ, ഒരു പയ്യൻ തന്നെ. ഇപ്പൊ ഞാൻ ഗ്രാനൈറ്റ് എടുക്കാൻ പോയിട്ട് നമ്മൾ അവിടുന്ന് ഓൻ ഉണ്ടാക്കിയ സാധനം കാണിച്ചു തന്നെ എനിക്ക്. ഇനിയിപ്പോ ഒരു കുണ്ടൻകുയിലത്തെ ഒരു വലിയൊരാൾക്കും വേണ്ടിയിട്ട് ഉണ്ടാക്കിയത്. ഫുൾ ഗ്രാനൈറ്റ്, ബ്ലാക്ക് ഗ്രാനൈറ്റ്, നല്ല കല്ലാണ്. എന്നിട്ട് ഇത് ഖബർസ്ഥാനിൽ വെച്ചിട്ട് ഇതിപ്പോ ക്രിസ്ത്യാനികളെല്ലാം ചെയ്യുന്ന പോലത്തെ സംഭവം. പക്ഷെ ഇതിന്റെ ഉള്ളിൽ 4 സ്പീക്കർ, 4 വാൾസ് ഉണ്ട്. അപ്പോൾ ഓത്ത് എപ്പോൾ റണ്ണിങ് ഉണ്ടാവും. ഈ സോളാർ സിസ്റ്റമില് ഈ ഓത്ത് അത് ചാർജ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ള ഒരു ബാറ്ററിയും വെച്ചിട്ട് അത് ഫുള്ള് റണ്ണിങ് എനി ടൈം ഓത്ത് കേട്ടോണ്ട് ഉണ്ടാവും. അതാണ് സംഭവം. അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു റിയാക്റ്റീവ് വീഡിയോസ്. ഞാൻ മൻസൂർ മണ്ണാർക്കാട്. പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം. നിങ്ങളിവിടെ കണ്ട ആ ഒരു സാധനം അത് പുതിയ തരത്തിലുള്ള ഖുറാഫി കല്ലറയാണ്. ഈ കല്ലറ നിർമ്മിച്ചിട്ടുള്ളത് ഗ്രാനൈറ്റ് കൊണ്ടാണ് എന്നുള്ളതാണ്. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളത് അത് 24 മണിക്കൂറും ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കും. അതിൻ്റെ വൈദ്യുതി അതിലേക്ക് ലഭിക്കുന്നത് സോളാർ സിസ്റ്റത്തിലൂടെയാണ്. 22,000 രൂപയാണ് അതിനുള്ള ചിലവ് എന്നൊക്കെ ഇവിടെ ആ സഹോദരൻ പറയുന്നുണ്ട്. അത് പറയുന്ന കൂട്ടത്തിൽ തന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു വാക്കാണ് ക്രിസ്ത്യാനികളുടെ കല്ലറ പോലെയാണ് എന്നുള്ളത്. കാണുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. ക്രൈസ്തവ സഹോദരങ്ങൾ അവർ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ ഭൗതിക ശരീരം അടക്കം ചെയ്ത് അതിന് മുകളിൽ ഒരു കല്ലറ അവർ ചെയ്യാറുണ്ട്. ഒരു കുരിശും ഒരു കല്ലറയും പിന്നെ അതിൽ പേരൊക്കെ ആലേഖനം ചെയ്തുകൊണ്ട് അതവരുടെ സിസ്റ്റമാണ്. അത് നിങ്ങൾ ഈ കാണുന്നത് പോലെ. അപ്പോൾ അതുപോലെ ഇസ്ലാമിലേക്കും കൊണ്ടുവരികയാണ്. അതെന്തിനു വേണ്ടിയിട്ടാണ്? അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വെച്ചിട്ടുണ്ട്, ലത്തത്തബിഅന്ന സുനന മൻ ഖാന ഖബലിക്കും ശിബിരം വ ശിബിരിം വദറാഅൻ വദറാഇൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഹദീസ്. നിങ്ങൾ മറ്റു മതസ്ഥരെ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും പിന്തുടരുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതുപോലെ എന്ന് പ്രത്യേകം അതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഒരു ഉടുമ്പതിൻ്റെ മാളത്തിലേക്ക് കയറുന്നത് കണ്ടാൽ അതുപോലും നിങ്ങൾ അനുകരിച്ചു പോകുന്ന തലത്തിലേക്ക് എന്നുള്ളതാണ്. അത് യാഥാർത്ഥ്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനങ്ങളൊന്നും പുലരാതെ പോയിട്ടില്ല. ജീവിതത്തിൽ ഒരിക്കൽ പോലും കള്ളം പറഞ്ഞിട്ടില്ലാത്ത ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് അത് ഞങ്ങൾ പ്രാവർത്തികമാക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ മുസ്ലിം നാമധാരികളായിക്കൊണ്ടുള്ള ചില ആളുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ശവക്കല്ലറയാണ് അവർ തുടക്കമിടുന്നത്. ഇത് ഔലിയ എന്ന് പറയുന്ന കുളിക്കാതെ നനക്കാതെ തിരുമ്പാതെ മുടി വെട്ടാതെ നഖം വെട്ടാതെ ജീവിച്ചിരുന്ന ശരീഅത്തിൽ ഒരു കാര്യങ്ങളും അനുസരിക്കാതെ നോമ്പെടുക്കാതെ നമസ്കരിക്കാതെ നോമ്പെടുത്തവനെ നോമ്പ് മുറിപ്പിച്ചുകൊണ്ട് ക്ലീൻ ഷേവ് ചെയ്തുകൊണ്ട് അതുപോലെയുള്ള കാര്യങ്ങളിലൂടെയെല്ലാം ജീവിച്ചിരുന്ന ആളുകൾ മരിച്ചു കഴിഞ്ഞാൽ ആ മയ്യത്തെടുത്ത് കൊണ്ടുപോയി കുഴിച്ചു മൂടിയിട്ട് അതിൻ്റെ മുകളിൽ ജാറമുണ്ടാക്കിയിട്ട് പെട്ടിവെച്ച് ഉറൂസ് നടത്തി നേർച്ച നടത്തി ചന്ദനക്കുടം നടത്തിയിട്ട് മറ്റു ഇതര മത വിശ്വാസികൾ നടത്തുന്നത് പോലെയുള്ള ആചാരാനുഷ്ഠാനങ്ങളിലൂടെ പൂരവും മറ്റും നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ. എന്നാൽ ജീവിതകാലത്ത് ഈ പറഞ്ഞ കുളിക്കും തിരുമ്പൊക്കെ ചെയ്തിരുന്ന ആളുകൾ, നല്ല ബിസിനസ്സൊക്കെ ചെയ്ത് ജീവിച്ചിരുന്ന മുതലാളിയായി ജീവിച്ചിരുന്ന ആളുകൾ അവർ മരിച്ചു കഴിഞ്ഞാൽ ജാറാക്കാൻ പറ്റുമല്ലോ. കാര്യം അവർക്ക് ചിലപ്പോൾ ആ ജാറത്തിൽ നിന്നുള്ള വരുമാനമൊന്നും വേണ്ടി വരില്ല, അവരുടെ അല്ലാതെ തന്നെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ വാപ്പാൻ്റെ ഉമ്മാൻ്റെ ഖബറ് അത് 4 ആൾ കാണണം. അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ 22,000 25,000 അല്ല ലക്ഷങ്ങൾ വേണമെങ്കിലും മുടക്കാൻ തയ്യാറാണ്. വാപ്പാൻ്റെ മയ്യത്തിന് ഇങ്ങനെ ഖുർആൻ ഇങ്ങനെ 24 മണിക്കൂറും സരവരേ അങ്ങനെ ഖുർആൻ ഇങ്ങനെ ഓതിപ്പിച്ചും കൊണ്ടിരിക്കുകയാണ്. അത് റെക്കോർഡ്. ഈ ഖുർആന് ആ മയ്യത്ത് കേൾക്കുമോ? ആ ഖുർആന് മയ്യത്ത് കേട്ടാൽ തന്നെ അതിനുള്ള എന്തെങ്കിലും ഫായിദ അതിനുണ്ടോ? ഖുർആൻ എന്നുള്ളത് ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണം, എന്തിന് ജീവിക്കണം, എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യരുത്, എന്ത് പറയണം, എന്ത് പറയരുത് എന്നെല്ലാം പഠിപ്പിക്കുന്ന, ഭരണം നടത്തേണ്ടത് എങ്ങനെയാണ്, അതുപോലെ തന്നെ മറ്റുള്ള ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലുള്ള കാര്യങ്ങളെല്ലാം ഈ ലോകത്ത് ജീവിച്ചുകൊണ്ട് നാളെ പരലോകം കരസ്ഥമാക്കുന്ന പരലോകത്ത് അള്ളാഹുവിൻ്റെ സുരലോക സ്വർഗം അത് കരസ്ഥമാക്കേണ്ടത് എങ്ങനെയാണ് എന്നെല്ലാം വിശദീകരിക്കപ്പെടുന്ന മനുഷ്യന്, ജീവിച്ചിരിക്കുന്ന മനുഷ്യൻ ഓതേണ്ട ഖുർആൻ അട്ടത്ത് വെച്ചുകൊണ്ട് അതിൻ്റെ ആശയമായ അതിൻ്റെ അർത്ഥം
അത് പഠിക്കാതെ അതിൻ്റെ ഖുർആനിൻ്റെ വസ്ത്രമായ ആ അക്ഷരങ്ങൾ മാത്രം ഉരുവിട്ടുകൊണ്ട് അതിൻ്റെ ആശയം മനസ്സിലാക്കാതെ ജീവിച്ച ആളുകൾ അവർ ഇന്ന് മരിച്ചു പോയതിന് ശേഷം പിന്നത് ഒരു ഫായതയുമില്ലാതെ ഇതും കേൾപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കേൾക്കോ കേൾക്കൂല എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. കേട്ടാൽ എന്ത്, കേട്ടില്ലെങ്കിൽ എന്ത്? ജീവിച്ചിരിക്കുന്ന ഹയാത്തുള്ള ജീവനുള്ള മനുഷ്യർക്ക് വേണ്ടി ഇറക്കിയ പരിശുദ്ധ ഖുർആനാണ് മയ്യത്തിന് ഇങ്ങനെ ഓതി കൊടുക്കുന്നത്. വല്ലാത്ത ജാതി കൗമായി പോയി. ഇനി ഇത് തന്നെ മറ്റൊരാൾ ഈ വിഷയത്തെക്കുറിച്ച് പറയുന്ന ചെറിയ ഒരു കാര്യമുണ്ട്, അതുകൂടി കേട്ടിട്ട് വരാം. ഈ ഖബറിനകത്ത് നല്ല ക്യാമറ, നല്ല പവർ കൂടിയ ക്യാമറ വെക്കണം. പിന്നെ നല്ല ലൈറ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വെട്ടം കാണാം. ഫാൻ എ സി ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ വെട്ടം കാണാൻ, എ സി ഉണ്ടാവും. പിന്നെ ചൂടടിക്കുകയല്ല. പിന്നെ അകത്ത് വരുന്ന മലക്കളെ കാണുകയും ചെയ്യാം, അവരുടെ ശബ്ദങ്ങളൊക്കെ പുറത്തേക്ക് കേൾക്കുകയും ചെയ്യാം. നമുക്ക് ക്യാമറ വെച്ചിട്ട് മുകളിൽ വലിയൊരു LED വലിയ ഡിജിറ്റൽ വെച്ചാൽ മതിയല്ല, ഡിജിറ്റൽ മറ്റേ ഡിസ്പ്ലേ വെക്കണം. അപ്പോഴൊക്കെ നമുക്ക് കാണുകയും ചെയ്യാം. അതിൻ്റെ ഉള്ളിൽ വിചാരണ ചെയ്യുന്നത്, ചോദ്യം ചെയ്യുന്നതൊക്കെ കാണുകയും ചെയ്യാം. പിന്നെ അവരുടെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ അതാണ് അവിടെ ഒരു ഈ സോളാർ സിസ്റ്റം വഴിയുള്ള വൈദ്യുതി ഉപയോഗിച്ചുകൊണ്ട് 4 സ്പീക്കർ വർക്ക് ചെയ്യുന്നതാണ് നേരത്തെ പറഞ്ഞത്. സ്പീക്കർ മാത്രം പോരാ. ഇതിപ്പോൾ മയ്യത്തിന് ഖുർആൻ ഓതി കൊടുക്കുകയാണല്ലോ. മയ്യത്തിനോട് എന്ത് ഖുർആനാണ് ചങ്ങായിമാരെ, അത് പോട്ടെ. ഇനി നമുക്കതിലൊരു ഫാന്, എ സിയും ഫാനും കൂടി വേണോ? ഇരുന്നോട്ടെ. ചിലപ്പോൾ എ സി തണുപ്പ് കൂടുതലാണെങ്കിൽ ചെറുതായിട്ട് ഫാൻ ഇട്ടിട്ട് കിടക്കാമല്ലോ അല്ലേ? അതുപോലെ അവിടെ CC ക്യാമറ വെക്കണം എന്നുള്ളതാണ്. അതിൻ്റെ ഡിസ്പ്ലേ പുറത്താണ്. വലിയ LED സ്ക്രീൻ വെച്ചുകൊണ്ട്, LCD അല്ല കേട്ടോ, LED തന്നെ ആയിക്കോട്ടെ, അത് വാട്ടർ പ്രൂഫ് ആയിക്കോട്ടെ. ഇനിയിപ്പോൾ അതിന് വേറൊരു പേര വെക്കണ്ട, മഴ നനഞ്ഞാലും കുഴപ്പമില്ലാത്ത വാട്ടർ പ്രൂഫിലുള്ള LED ഒക്കെ ഉണ്ടല്ലോ അല്ലേ, സ്വിമ്മിംഗ് പൂളിനകത്തൊക്കെ വെക്കുന്ന അതുപോലെയുള്ളൊരു സാധനം വെച്ചുകൊണ്ട് അവിടെ വന്നിട്ട് മുൻകറും നക്കീറും മൻ റബ്ബുക എന്ന് ചോദിക്കുമ്പോൾ ലാ ഹാദ്രേ, എനിക്കറിയില്ല എന്ന് പറയുന്ന ആ ഒരവസ്ഥയൊക്കെ നമുക്ക് ഇവിടെ ഇരുന്നിട്ട് കാണാം. ഈ കോലത്തിൽ ഇത് ചെയ്യണമെന്ന് വസിയത്തോ അല്ലെങ്കിൽ ഇത് ചെയ്യുന്ന രൂപത്തിലുള്ള ജീവിതമാണ് ജീവിച്ചിട്ടില്ലെങ്കിൽ അവിടെ മൻറബുക്കൊക്കെ ഒന്നും ഉത്തരം പറയാൻ കഴിയൂല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇനി അവിടെ CCTV വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. AC വെച്ച് AC ഫാനൊക്കെ വെച്ചാൽ കുറച്ച് കാലത്തേക്ക് എല്ലിനെങ്കിലും അല്ലേ, എല്ലും ആ ഇറച്ചി ഒക്കെ തിന്നു പോകും, പുഴു തിന്നു പോകും. അതിനുശേഷം എല്ലുണ്ടാവില്ല കുറച്ച് കാലം കൂടി. ആ എല്ലിനെ ഇങ്ങനെ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ എജ്ജാതി അല്ലേ ട്രോള്. പ്രിയമുള്ളവരെ, ഇതുപോലെയുള്ള പിഴച്ച ചിന്താഗതികളും പിഴച്ച വിശ്വാസങ്ങളും ഇതര മത വിശ്വാസത്തിലുള്ള ആളുകളുടെ വിശ്വാസ രീതിയും പ്രവർത്തന രീതിയും തങ്ങളുടെ വിശ്വാസത്തിലേക്കും പ്രവർത്തനത്തിലേക്കും കൊണ്ടുവന്നിട്ട് നാളെ അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയാകുന്ന, അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകി ഇവിടെ നിന്ന് അസ്രായേൽ വാ പോക എന്ന് പറയുന്ന അവസരത്തിൽ അവിടെ നിന്നും പോയി നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ നിൽക്കുമ്പോൾ ഇതിനൊക്കെ സമാധാനം പറയണ്ടേ ചങ്ങായിമാരെ അല്ലേ? ഇതുപോലെ കല്ലറ ഉണ്ടാക്കാൻ അള്ളാൻ്റെ ഹബീബ് പഠിപ്പിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും മതസ്ഥർ അത് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾ ഏറ്റെടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നരകത്തിൻ്റെ അടിത്തട്ടിലേക്ക് ചാടാൻ തയ്യാറായി നിൽക്കുന്ന കൗമേ, ഇതൊന്നുമല്ല. ഈ മരിച്ചിട്ട് അതിൻ്റെ മുകളിൽ കാട്ടിക്കൂട്ടുന്നതൊന്നുമല്ല ജീവിതം, അതൊന്നുമല്ല സ്നേഹം. ആ മനുഷ്യൻ മരണപ്പെട്ട് കഴിഞ്ഞു, ആ മനുഷ്യന് വേണ്ടി നിങ്ങൾ ദുആ ചെയ്തോ? നിങ്ങൾ ഇതുപോലെ ഈ ഖുർആനോത്ത് അതിങ്ങനെ MP3 ഫയൽ ഉണ്ടാവുമല്ലോ, അത് പിന്നെ ഓണാക്കും വേണ്ട, റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. 24 മണിക്കൂറും ഖുർആൻ ഇങ്ങനെ ഓതുക. അത്രേ ആർക്ക്? മയ്യത്തിനെ. ഒരു കെട്ടിയിട്ട തെരുവ് നായയോട് ഖുർആൻ ഓതിയാൽ പോലും ചിലപ്പോൾ അത് ശ്രദ്ധിച്ചേക്കാം. എന്നാൽ ഈ മയ്യത്തിന് എന്ത് കേൾക്കൂടോ? എന്ത് കേൾക്കുന്നാണ് ഈ പറയുന്നത്? വിവരദോഷികളെ, നിങ്ങളെ വിവരദോഷികൾ എന്നൊന്നും പറഞ്ഞാൽ പറയാം, നിങ്ങളെ വിളിക്കാൻ പുതിയ പേരുകൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പ്രിയമുള്ളവരെ, മരണം ഇൻകിതാഉൽ അമാലാണ്. നമ്മുടെ അമലുകളെല്ലാം നിലച്ചു പോകുന്ന ഒരവസ്ഥയാണ്. അവർ കേൾക്കും. അതാ ഇവിടെ ഒരു സഹോദരൻ പറഞ്ഞല്ലോ, അവിടെ മലക്കുകൾ വന്ന് ചോദിക്കുമ്പോൾ അവർ കേൾക്കുന്നുണ്ട്, കറൈനിയാലികൾക്കോ കേൾക്കുന്നുണ്ട്. നമ്മൾ വിളിച്ചാൽ കേൾക്കൂല. നമ്മളവരോട് എന്തെങ്കിലും ഖുർആൻ ഓതി കൊടുത്താൽ കേൾക്കൂല. അതിൻ്റെ ഫലായിൽ അവിടേക്ക് എത്തൂല എന്ന് ആരെ പറഞ്ഞിരിക്കണത്? ഷാഫി ഇമാമ പറഞ്ഞിട്ടുള്ളത്. അതിന് ഷാഫി ഇമാമിൻ്റെ മദ്ഹബ്, ഷാഫി ഇമാമിൻ്റെ കൗല്, ഷാഫി ഇമാമിൻ്റെ ഗ്രന്ഥം അതെന്തേലും ഇവർ കണ്ടുക്കണോ? ഇവർ സത്യത്തിൽ ഷാഫി മദ്ഹബുകാരല്ല, ഇവർ ഹൈത്തമി മദ്ഹബുകാരാണ്. ഇബ്നു ഹജർ ഹൈത്തമി അല്ലേ? അതുപോലെയുള്ള പണ്ഡിതന്മാരുടെ കൗല് മാത്രം. അവരെന്താണ് അവർക്ക് മനസ്സിലായത് അതെൻ്റെ എഴുതി വെച്ചു, അതെന്താണ് അതങ്ങോട്ട് എടുത്തു, അതിങ്ങനെ പോത്ത് കാടി കുടിക്കണ പോലെ കുടിച്ചും കൊണ്ട് നടക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇത് ഇസ്ലാം അനുവദിച്ചതല്ല.
ഇത് ഇസ്ലാം നിഷിദ്ധമാക്കിയതാണ്. ഒരു ചാണിന് മുകളിൽ ഖബറ് കെട്ടി ഉയർത്താൻ പാടില്ല. പിന്നെ നിങ്ങൾ 22,000 അല്ല 22 കോടി ചിലവാക്കിയിട്ടും അത് ആ മയ്യത്തിന് കിട്ടൂല. എന്നാൽ ആ മയ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ദുആ ചെയ്താൽ അൽഹംദുലില്ലാ നിങ്ങളുടെ ദുആ അല്ലാഹ് സ്വീകരിച്ചാൽ അല്ലേ. ഇനി എന്തായാലും തൗഹീദില്ലാത്തൊരു മനുഷ്യനാണ് മരിച്ച് മയ്യത്തായിട്ട് അതിൻ്റെ ഉള്ളിൽ പോയി കിടക്കണമെങ്കിൽ അതിൽ കൊണ്ടേ കടത്തിക്കണമെങ്കിൽ നിങ്ങൾ 22 കൊല്ലം നിങ്ങളുടെ ജീവിതാവസാനം വരെ നിങ്ങൾ ദുആ ചെയ്തിട്ടും ഒരു കാര്യമില്ല. അങ്ങനെ കാര്യമുണ്ടാകുമായിരുന്നുവെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവിൻ്റെ ജ്യേഷ്ഠൻ അബൂ ത്വാലിബ് നരകത്തിലാവൂലായിരുന്നു. നരകത്തിലാണ് അബൂ താലിബേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന പിതാവിൻ്റെ ജ്യേഷ്ഠൻ മൂത്താപ്പ അബൂ താലിബ് നരകത്തിലിരുന്നിട്ട് എരിവിരി സഞ്ചാരം കൊള്ളുകയാണ്. റസൂലുള്ളാഹിക്ക് അവിടുന്ന് കഴിച്ചിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ നിങ്ങൾ ഈ 4-3-7 ആൾ കൂടിയിട്ട് മയ്യത്തിനെ കൊണ്ടിട്ട് കുഴിച്ചിട്ടിട്ട് അതിൻ്റെ മുകളിൽ നിങ്ങൾ എന്ത് അമ്പലം പണിതിട്ട് എന്താ കാര്യം? നാളെ ഇതിന് ആ ഖബറിൽ കിടക്കുന്നവനും നിങ്ങളും അനുഭവിക്കേണ്ടി വരും എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയുക. അള്ളാഹു ഇതുപോലെയുള്ള ഷെറുകളെ തൊട്ട് നമ്മുടെ ഉമ്മത്തിനെ കാത്തുരക്ഷിക്കട്ടെ എന്നാണ് പറയുവാനുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.